ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ജോയിൻസ്. രണ്ട് ടൈപ്പാണ് നമുക്ക് ജോയിൻസ് ആസ് പെർ നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാനുള്ളത്. ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. നമുക്കിവിടെ ഫിഗറിൽ താഴെ നോക്കി കാണാം, രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്, ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. ലാബ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ഷീറ്റിന് മുകളിൽ വേറെ ഷീറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവറ്റോ അല്ലെങ്കിൽ നട്ടോ ബോൾട്ടോ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് ബഡ് ജോയിൻറ്റ്. ബഡ് ജോയിൻറ്റ് എന്താണ്? ബഡ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റുകൾ യോജിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയായിട്ട് വേറെ പ്ലേറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുക. ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് റിവറ്റഡ് ജോയിൻസ് ആണ്. റിവറ്റഡ് ജോയിൻസ് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാബ് ജോയിൻറ്റും ബഡ് ജോയിൻറ്റും. ലാബ് ജോയിൻറ്റിൽ 3 ടൈപ്പും ബഡ് ജോയിൻറ്റിൽ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, എന്താണ് ലാബ് ജോയിൻറ്റ്, എന്താണ് ബഡ് ജോയിൻറ്റ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് റിവറ്റഡ് ജോയിൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനെ കുറച്ച് പ്രൊപ്പോർഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. എന്തിനാണ് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ്? എവിടെയായാലും നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊപ്പോർഷൻ വെച്ചിട്ട് നമുക്ക് റിവറ്റ് അല്ലെങ്കിൽ റിവറ്റഡ് ജോയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പോവാം. ഇവിടെ നമുക്ക് കുറച്ച് പ്രൊപ്പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊപ്പോർഷൻസ് നമുക്ക് നോക്കാം. ആ പ്രൊപ്പോർഷൻസ് പ്രകാരം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവറ്റഡ് ജോയിൻസ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നിലവിൽ 6 ടൈപ്പാണ് ജോയിൻസ് പഠിക്കാനുള്ളത്. 3 ലാബ് ജോയിൻറ്റും 3 ബഡ് ജോയിൻറ്റും. അതിൽ ലാബ് ജോയിൻറ്റിൽ ആദ്യത്തെ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻ്റാണ് ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ക്വസ്റ്റ്യനിൽ തിക്നെസ് ആണ് തരിക. തിക്നെസ് ആയിരിക്കും ഇവിടെ ക്വസ്റ്റ്യനിൽ. ഡ്രോ 2 വ്യൂസ് ഓഫ് സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ് ഫോർ 16 mm തിക്ക് പ്ലേറ്റ്. അതായത് 16 mm തിക്നെസ്സുള്ള പ്ലേറ്റുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് വ്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്ത്? സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്. ലാബ് ജോയിൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ എന്താ, ഇവിടെ നമ്മൾ റിവറ്റാണ് യൂസ് ചെയ്യുന്നത്. റിവറ്റ് യൂസ് ചെയ്തിട്ട് ലാബ് ജോയിൻ ചെയ്യണം. ഇനി അതിലെന്ത് പറഞ്ഞിരിക്കുന്നു, അറ്റ്ലീസ്റ്റ് 3 റിവറ്റെങ്കിലും പ്ലാനിൽ കാണിക്കണം. പിന്നെയോ, ഇൻഡിക്കേറ്റ് ഓൾ ഡയമെൻഷൻസ് ഇൻ ടൈംസ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ്. യൂസ് സ്നാപ്പ് ഹെഡ് റിവറ്റ്. നമ്മൾ സ്നാപ്പ് ഹെഡ് റിവറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി എങ്ങനെ വരയ്ക്കാമെന്നാണ്. ടി നമ്മൾ എന്ത് ചെയ്തു, ഈ നമ്മൾ പ്രൊപ്പോർഷൻ ചാർട്ടിൽ നോക്കി കാണാൻ ഡി കാണണമെന്നുണ്ടെങ്കിൽ, റിവറ്റിൻ്റെ ഡി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 6√T ചെയ്യണം. ടി നമുക്കറിയാം 16 mm. അപ്പോൾ ഡി കിട്ടും. ഡി കിട്ടി കഴിഞ്ഞാലോ പിന്നെ എന്തൊക്കെ വേണം നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാൻ? പിച്ച് ലെങ്ത്ത് വേണം, ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് വേണം. ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു റിവറ്റ് അടിച്ച് താഴേക്ക് അടിച്ച് പോകുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 3D. അതുപോലെ റിവറ്റുകൾ നമ്മൾ ഷീറ്റുകൾ ലാബ് ജോയിൻ ചെയ്യുന്ന സമയത്ത് എഡ്ജുകളിൽ നിന്ന് നമുക്ക് വിടേണ്ട അകലാണ് M. അത് എത്രയാണ്? 1.5D. പിന്നെ ആംഗിൾ ഓഫ് ഡിവൈഡ് എഡ്ജ് ഓഫ് ദ പ്ലേറ്റ്. രണ്ട് പ്ലേറ്റുകളിൽ എഡ്ജുകളിൽ എന്തുണ്ടായിരിക്കും, ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അത് 10 ഡിഗ്രി കൊടുക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അതായത് ലാബ് ജോയിൻറ്റിൽ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന നമുക്കിതിൽ ഈ പ്രൊപ്പോർഷൻ ചാർട്ടിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട്, സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ D എടുക്കണം. പിന്നെ അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് വേണം, മാർജിനൽ ഡിസ്റ്റൻസ് വേണം, പിന്നെ ആംഗിളും മതി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ് വരയ്ക്കാം.